ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഹാർവെസ്റ്റ് ചെയ്തത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാവേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു വസന്തം ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു ഫാമാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ആ ഫാമിലേക്ക് പോകുന്ന റോഡ് കേട്ടോ, അത് ഇതുപോലെ ഓഫ് റോഡാണ്, റബ്ബറൊക്കെ ആയിട്ട് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാറിലാണ് വരുന്നത്, വലിയ കുഴപ്പമില്ലാതെ വരാം. എന്നാലും ഇച്ചിരി റോഡ് ഇച്ചിരി റിസ്ക് ഉള്ള റോഡാണ്. ഇത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വിളിച്ച് ചോദിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ ആളുണ്ടോ ഇല്ലയെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനി അകത്തെ കാഴ്ചകൾ കാണാം. ഞാൻ നിൽക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്ലാന്റ് ഇങ്ങനെ നട്ടിരിക്കുന്നതിൻ്റെ നടുക്കാണ് കേട്ടോ. ഇവിടെ അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഡ്രാഗൺ ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ്. അപ്പോൾ അത്രയും മനോഹരമായൊരു ഫാമിലാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഒരു 1:30-2 മണിയൊക്കെ ആവും ഇപ്പോഴ്. അത് കാരണം തന്നെ പൂക്കളെല്ലാം തന്നെ ഇങ്ങനെ പൂ വിരിഞ്ഞിട്ട് അതിങ്ങനെ ഇങ്ങനെ മൂടി നിൽക്കില്ല, അതിങ്ങനെ പൂവിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അതിങ്ങനെ ആയിരിക്കുവാണ്, നിറയെ പൂക്കളാണ്. ഇവിടെ അവരിങ്ങനെ അത് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രൂട്ട്സ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ ഫ്രൂട്ട്സ് കിട്ടും. അപ്പോൾ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളും അതുപോലെ ഇതിൻ്റെ നടീൽ രീതിയും ഇതിൻ്റെ വിളവെടുപ്പും അതുപോലെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഇത് എൻ്റെ മുള്ളു പിടിച്ചതിൻ്റെ. അപ്പോൾ അതൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ കഴിയുക. നിറയെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ്. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഡ്രാഗൺ പ്ലാന്റ്സ് ആണ് കാണാൻ കഴിയുന്നത്. ഇതേ പൂക്കളൊക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല മുള്ളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. പക്ഷേ ഈ ഒരു കാഴ്ച അതിമനോഹരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കൾ ഒരുമിച്ച് പൂത്ത് നിൽക്കുകയാണ്. അതുപോലെ പൂക്കൾ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ അവർ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്, നമ്മുടെ തേനീച്ചപ്പെട്ടികൾ. അപ്പോൾ ഇത് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുകയും കൂടി ചെയ്യും. അത് ഇവിടെ നിൽക്കുന്ന എല്ലാ പ്ലാന്റുകളും തന്നെ 3 വർഷം മാത്രം പഴക്കമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഈ നട്ടിരിക്കുന്നത് 3 വർഷമായിട്ടേ ഉള്ളൂ. ഇതൊരു വലിയ മല വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. മല പോലെ കുന്നൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ദൂരേക്ക് കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. അതിമനോഹരമായ മലകളും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഇങ്ങനെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പഴുത്തതും പച്ചയുമായിട്ടൊക്കെ ഉള്ള കായകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കായീച്ചയ്ക്ക് കെണി വെച്ചിട്ടുണ്ട്. അവിടെ കായീച്ചയ്ക്കുള്ള കെണിയും ഇതിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കായീച്ചയും വന്ന് കുടുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കായകൾക്ക് വലിയ കേടുകളില്ലാതെ പോകും. ഇതിൽ നിറയെ കായകളുണ്ട്. പക്ഷേ ഇത് ഒന്നും പാകമാകാത്ത കായകളാണ്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നല്ല കളറിലേക്കായി മാറി വരുന്ന കായകളാണ് ഈ നിൽക്കുന്നത്. ഇത് ഇങ്ങനെയാണോ? ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ ചേച്ചിമാർ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് ഞങ്ങളിത് എത്തിയത്. വലുതായിട്ട് പഴുത്തിട്ടില്ല അല്ലേ, നല്ല നിറമായിട്ടില്ല. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, മധുരമല്ലേ? ആണ്. ഇനി അടുത്ത മാസം 3-4 ആവും അല്ലേ അടുത്ത ഹാർവെസ്റ്റിംഗ് ടൈം. 3-4 തീയതി ഒക്കെ ആകുമ്പോൾ അടുത്ത ഹാർവെസ്റ്റ് ചെയ്യാനാവും. കറക്റ്റ് തന്നെ അറിഞ്ഞില്ല. അതെങ്ങനെ പോയോ? സെയിലായി? കട്ട് ചെയ്തു. തമ്പുരാൻപാറ അങ്ങ് ദൂരെ കാണുന്നത് പൊന്മുടിയാണ്. ദൂരെ കാണുന്നത് പൊന്മുടിയാണ്. നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. അവിടെ പൊന്മുടി വലിയാണ്. ഇതിന്റെ അപ്പുറത്ത് നമുക്കുള്ള തമ്പുരാൻപാറ, തമ്പുരാട്ടിപ്പാറ. അത് കാണാൻ നല്ല രസമുണ്ട്. കാർത്തികയ്ക്കൊക്കെ ശിവരാത്രിയൊക്കെ നല്ല ശിവരാത്രിയാണ് പ്രാധാന്യമുള്ള ദിവസം. ഇത് തൊട്ടടുത്താണ്. ഇതുവഴി പോകാൻ പറ്റുമോ? ആണോ? ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ വസ്തുവിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ നല്ലതായിട്ട് കാണാൻ പറ്റും, കേൾക്കാനും പറ്റും. കവറിട്ട് നിർത്തും അല്ലേ? എന്നിട്ട് കവറിട്ട് നിർത്തും. കളർ മാറി തുടങ്ങുമ്പോൾ കവറിടും. കളർ മാറിയല്ല, നമ്മളൊരു പച്ച കളർ ആകുമ്പോഴേ നമ്മൾ ഇപ്പം നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് പറിക്കാറാവണമെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ കവറിടും. കവറിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ പറയും. ഇത് വളമായിട്ടിരിക്കുന്ന കോഴിക്കാരാണ്. പിന്നെ വെള്ളം നനച്ചു കൊടുക്കും. നല്ല വെള്ളയാണെങ്കിൽ 1-2 തവണയൊക്കെ വെള്ളം നനച്ചു കൊടുക്കും. ഇത് ഒരെണ്ണത്തിന്റെ ചോട്ടിൽ എത്ര എണ്ണം വെക്കും? 4 പ്ലാന്റ് വെക്കും. തൈ വാങ്ങിക്കാനുണ്ട്. ഒന്ന് 100 രൂപ, ഒന്ന് 70-75 അങ്ങനെ കൊടുക്കും. അതെങ്ങനെ കവറിലാണോ? അത് നല്ല കവറിലാക്കിയും കൊടുക്കും. അല്ലാതെ നിലത്ത് നട്ടിട്ട് അതിൽ നിന്ന് എടുത്ത് കൊടുക്കും.
നമുക്കിത് കൊണ്ടുപോയി കഴിഞ്ഞാലേ കുറച്ച് ദിവസം കഴിഞ്ഞ് നട്ടാലും കുഴപ്പമില്ലല്ലോ അല്ലേ? കുറച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതിൽ വേരങ്ങ് താഴോട്ട് അടിയിലോട്ട്. ഇത് കായ എടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യും, തണ്ടുകൾ കട്ട് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഫംഗസ് എന്ന് പറഞ്ഞൊരിതുണ്ട്. പിന്നെ ഇത് അധികം നാളെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു പഴുത്ത തണ്ട് വരും, അതങ്ങ് കണ്ടിച്ച് കളയും. നമ്മൾ അതിനെ കട്ട് ചെയ്ത് ദൂരെ മാറി കൊണ്ടിട്ടിട്ട് അതിൽ മരുന്നടിച്ച് നശിപ്പിക്കും. അത് നശിപ്പിച്ചു കളയും. അത് ഞങ്ങൾ ഇവിടെ വഴിയിൽ കണ്ടായിരുന്നു, വരുന്ന സമയത്ത് കണ്ടായിരുന്നു. ആർക്കും ഒരു ശല്യം. അതല്ല, ഈ കാച്ച തണ്ടുകളല്ലേ പിന്നെ പുതിയ തൈ ആക്കുന്നത്? അല്ല, ഇത് കിളിച്ചോണ്ട് വേറെ തൈ വരും. നമ്മളിപ്പോ കട്ട് ചെയ്ത തൈകൾ അതിന് മുകളിൽ നിന്ന് ഇങ്ങോട്ട് പടന്നിറങ്ങി. അല്ല, ഇത് പുതിയ പ്ലാന്റ് ആക്കൂലേ? പുതിയ ഒരു ചെടി ആക്കത്തില്ലേ? ചെടി ആക്കുന്നത് ഈ കാച്ച തണ്ടുകളല്ലേ? കാച്ച മൂത്ത തണ്ടുകൾ എടുത്തിട്ട് നമ്മളിങ്ങനെ വെട്ടിയിട്ട് അതിനെ അത് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇങ്ങനെ ചെയ്യും. അതിനകത്ത് ഇത്ര മുനമ്പ് വരാനേ പാടുള്ളൂ. അങ്ങനെയാണ് വെച്ചിട്ട് ഇങ്ങനെ ഓണി വെക്കും. എത്ര നാളുകൊണ്ട് വേരാവും? അത് ഒരാഴ്ച ആവണ്ട, അതിന് മുമ്പേ വേരായി. ഇനി നിന്ന് ഈ മുള്ളിൽ നിന്ന് എങ്ങനെ പൊട്ടും തൈ വരുന്നത്. മനസ്സിലായി. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ മുള്ള് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. മുള്ളിങ്ങനെ കൈ കൊണ്ടാൽ കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ആ വേദന നിൽക്കും. നേരത്തെ എൻ്റെ കയ്യിൽ മുള്ള് കൊണ്ടായിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഈ കാതെ ചേച്ചിയുടെ കയ്യിലിരുന്ന ആ ഒരു കട്ടർ വെച്ചിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ആ ചേച്ചി കുറച്ചുകൂടെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് കേട്ടോ. എനിക്ക് പക്ഷേ ഞാൻ ആദ്യമായിട്ടാവുകൊണ്ടായിരിക്കും അങ്ങനെ കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ചേച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ കഴിക്കാൻ ഇത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കത്തി വേണ്ടേ? കത്തിയൊന്നും വേണ്ട, കത്തി ഇല്ലാതെ തന്നെ എടുക്കാം എന്നാ പറഞ്ഞേ. ഇങ്ങനെ കണ്ടോ? എന്തൊരു കളറാതോ ഇത്. നോക്ക്, നല്ല കളറായിട്ട്. ഈ ഡ്രാഗൺ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചോട്ടിൽ 4 എണ്ണം വെച്ചിട്ടാണ് നടുന്നത്. നട്ട് കഴിഞ്ഞാൽ അതൊരു 7 മാസം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. അതായത് പൂവിട്ട് കായായി തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു നമ്മൾ നട്ടാലുള്ള കായ്ഫലം കിട്ടുന്ന ഒരു സമയം. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന പൂക്കൾ ഇനി ഒരു 28 ദിവസം, കറക്റ്റ് ഒരു 28 ദിവസം ആകുമ്പോഴേക്കും കായായി ഹാർവെസ്റ്റ് ചെയ്യാൻ പാകത്തിലേക്ക് ആയി മാറും. അതാണ് ഇതിൻ്റെ ഒരു സമയം. അതുപോലെ തന്നെ ഏപ്രിൽ പൂവിട്ട് തുടങ്ങുന്നത് മെയ്യിൽ ഹാർവെസ്റ്റ് ചെയ്യാം. ഏപ്രിൽ മുതൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ വരെയും ഇതിൻ്റെ അകത്ത് കായ ഉണ്ടാവും. ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ടിരിക്കുന്നതിനകത്തൂടെയാണത് ആ ജീപ്പ് കയറി വരുന്നത്. ചേച്ചി നേരത്തെ പറഞ്ഞ ആ ഒരു ക്ഷേത്രം അതാണ് കേട്ടോ. ഇത് ഗണപതി ഇവിടെ നമുക്ക് ദൂരെ നിൽക്കുമ്പോൾ കാണാൻ കഴിയും. പാറയുടെ മുകളിൽ ഇങ്ങനെ ഉള്ളത്. അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ, നല്ലൊരു കാഴ്ചയാണ്. അത് ഏത് വഴിയാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ അപ്പുറ വഴി ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. കാരണം ഉച്ചയ്ക്ക് ആ വെയിലിന് മുന്നേ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് തരംതിരിച്ച് 3 രീതിയിലാണുള്ളത്. അതായത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, അങ്ങനെ 3 ക്വാളിറ്റികളായിട്ട് തിരിച്ച് ആണ് ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഓരോ ഷോപ്പുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഹോൾസെയിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് തരംതിരിച്ച് വയ്ക്കുവാണ്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മലേഷ്യൻ റെഡ് ഇനത്തിൻ്റെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഇവിടെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഫ്രൂട്ടുകൾ ഏകദേശം 300 മുതൽ 800 ഗ്രാം വരെ വെയിറ്റ് വരുന്ന ഫ്രൂട്ടുകളാണ് ഇവിടെ നിന്ന് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വാളിറ്റി വരുമ്പോൾ 300-ന് താഴെ വെയിറ്റ് വരുന്ന ചെറിയ ഫ്രൂട്ട്സാണ്. അത് ഒരു 300 ഗ്രാമിന് താഴെയൊക്കെ വെയിറ്റ് വരുള്ളൂ. അത് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് മാറ്റും. ഇരിക്കുന്നത് സെക്കൻഡ് ക്വാളിറ്റിയാണ് കേട്ടോ. സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് വെയിറ്റ് കുറവുള്ളതാണ്. മറ്റേതൊരു 300 ഗ്രാമിന് മേളിലേക്കുള്ളത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഫാമൊക്കെ വിസിറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ ഇവിടുത്തെ ഓണറും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ തന്ന് നമ്മൾ ഇവിടെ വെച്ച് തന്നെ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇനി ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാന്റും ഒക്കെ മേടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഒത്തിരി പോകാനുണ്ട്. താഴെ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് മേടിക്കുന്നതെല്ലാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറയാം കേട്ടോ. മുടിയല്ലേ
അവിടെ ഇരുന്നേന്ന് ഒരു വലിയ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നോക്കാതെ, വെയിറ്റ് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 630 ഗ്രാം. ഇതിൽ നിന്നും വലിയ വെയിറ്റ് വരുന്നതുണ്ടല്ലേ. 525. മുകളിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്താൽ ഇവിടെ താഴെയും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വലിയ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നിറയെ ഉണ്ട്. ഞങ്ങൾ വന്നത് ലേറ്റായി പോയി, അത് കാരണം കുറേയൊക്കെ സെയിലിന് പോയിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കളക്ട് ചെയ്തത് ഇങ്ങനെ ഇതുപോലെ ബോക്സിലും അതുപോലെ ഇവിടെ സ്റ്റോർ ചെയ്തത് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നിരത്തി ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ എടുത്ത് ഇവിടെ വാഷ് ചെയ്യും കേട്ടോ. ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ലോണം ക്ലീൻ ചെയ്യുക. ഇതിപ്പോൾ ഞാനായത് കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് നേരെ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ട്രേയിലേക്കാണ്. ഇവിടെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാവേ. ആണ് കോൾഡ് സ്റ്റോറേജ് കേട്ടോ. അതെ, ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. അപ്പോൾ നമുക്ക് ഒത്തിരി നേരം ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ല തണുപ്പാണ്. അതുപോലെ നിറയെ ഫ്രൂട്ട്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫ്രൂട്ട്സുകളും തന്നെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഇത് ഇച്ചിരി വലിയ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനുള്ളിലാണ് ഇതിൻ്റെ വേര് പിടിക്കുന്നത്. ഇത് നേരെ ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് മണ്ണിൽ മുട്ടിയിട്ടുണ്ട്, ബാക്കി ചാരി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു 2 മാസം ആകുമ്പോഴേക്കും ഇതാവും കേട്ടോ, വേര് പിടിക്കാൻ തുടങ്ങും. ഇവിടെ അങ്ങനെയുള്ളൊരു പ്ലാന്റിൽ തന്നെ പൂവായി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പ്ലാന്റ് എടുക്കുവാണ്, കാരണം നമുക്ക് പെട്ടെന്ന് കായ്ച്ച് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ വർഷം തന്നെ കായ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഞാൻ. കാണുന്നത് ചെറിയ കട്ടിങ്സ് വെച്ചിട്ട് തൈയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ മണ്ണ് കൂന കൂട്ടിയിട്ട് അതിലിങ്ങനെ കുത്തി വെച്ചിരിക്കുന്നതാണ്. ഇതും ഇവിടെ സെയിലിനുള്ള പ്ലാന്റുകളാണ്, ചെറിയ പ്ലാന്റുകളാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഇതും മേടിക്കാൻ പറ്റും. ഈ നിൽക്കുന്നത് അബിയുവിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. 3 പ്ലാന്റ് ഇവിടെ നിൽപ്പുണ്ട്. ഇത് നട്ടിട്ട് 3 വർഷമായെന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ള അങ്കിള് തന്നെ കുരുവിട്ട് കിളിപ്പിച്ച് ഉണ്ടായതാണ് കേട്ടോ ഈ 3 മരങ്ങളും. അത് കഴിഞ്ഞ വർഷം കായ്ച്ചു തുടങ്ങി. അപ്പോൾ 2 വർഷത്തിൽ അബിയു നമ്മൾ സീഡ് ഇട്ടാൽ 2 വർഷം കൊണ്ട് തന്നെ അത് കിളിച്ച് വലിയ മരമായി കായ്ക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഞാനൊരു പുതിയ ആശയം കാണിച്ചു തരാം കേട്ടോ. അധികം ആരുടെയും മനസ്സിൽ തോന്നാത്തൊരു ആശയമാണ്. ഇതാ നോക്കൂ, നമ്മുടെ പഴയ ഒരു തയ്യൽ മെഷീൻ, അതിന് മേലിൽ ഒരു ഗ്ലാസ് ഇങ്ങനെ ഇട്ടിട്ട് അതിന് മേലിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്ടുരുളിയാണ് കേട്ടോ. ഓട്ടുരുളി വെച്ചിട്ട് അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്കൊരു വാഷ് ബേസിനായിട്ട് യൂസ് ചെയ്യാം. പുതിയൊരു ആശയമല്ലേ? ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കൾച്ചക്ക് ഓർഗാനിക് ഫാമാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ചീരാണിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നെടുമങ്ങാട് പോകുന്ന വഴിക്കാണ്. നമ്മൾ വെമ്പായത്തു നിന്ന് നെടുമങ്ങാട് പോകുന്ന വഴിക്ക് ചീരാണിക്കരയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇത് നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ചെക്കാണ് കേട്ടോ, കല്ലിൻ്റെ ചെക്ക്. അപ്പോൾ കൽച്ചക്കിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വെറുതെ വന്ന് ഒരു ഫാം വിസിറ്റ് ചെയ്ത് പോകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല കേട്ടോ. നല്ല സ്നേഹത്തോടെ നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ 2 പേരുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഒരു ഉമ്മയും അതുപോലെ തന്നെ അങ്കിളും നമ്മൾ നന്നായാണ് സ്വീകരിക്കുന്നത്. അതുപോലെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് തിരിച്ച് മടങ്ങാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ്സും ഇതൊക്കെ ആസ്വദിച്ച് ഇന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.